I am M.A. Rashid, consultant psychologist, NLP master practitioner and JCA zone trainer. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളെ ലൈഫിൽ ഈ കംഫർട്ട് സോണിൽ ഇരിക്കുക എന്നുള്ളത് പല ആൾക്കുടെ പ്രവണതയാണ്. അതുകൊണ്ട് തന്നെ അവർ ഓരോ രംഗത്തും പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. നമുക്കറിയാം, ഒരു കഥയിലൂടെ നമുക്കത് എങ്ങനെ പറയാൻ നോക്കാം. പണ്ട് ഒരു രാജാവിന് 2 മനോഹരമായ പ്രാവുകളെ സമ്മാനമായിട്ട് ലഭിക്കുന്നു. രാജാവ് പെട്ടെന്ന് തന്നെ അതിനെ പരിചരിക്കാനും അതിന് പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ഈ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് 2 പ്രാവുകളും നന്നായി പരിശീലനമൊക്കെ നേടി. പക്ഷേ ഒരു പ്രാവ് ആകാശത്ത് വട്ടമിട്ട് പറന്ന് ആസ്വദിച്ചു. പക്ഷേ മറ്റേ പ്രാവ് മാത്രം ഒന്നും വട്ടമിട്ട് പറക്കുന്നില്ല. അത് ഭക്ഷണം സമൃദ്ധമായി കഴിച്ചതിന് ശേഷം തൊട്ടടുത്ത മരക്കൊമ്പിൽ പോയിരിക്കുന്നു. രാജാവിന് ഭയങ്കര സങ്കടമായി. രാജാവ് ഈ വിവരം നാട്ടിലൊക്കെ അറിയിച്ചു. ഒരുപാട് വിശകരന്മാർ, അതുപോലെ തന്നെ വൈദ്യന്മാർ, മന്ത്രവാദിനികൾ, അങ്ങനെ ഒരുപാട് ആളുകൾ വന്നു അതിനെ പരിശീലിപ്പിക്കാൻ നോക്കി. പക്ഷേ അത് തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് ആണ് ഒരു കർഷകൻ വരുന്നത്. അദ്ദേഹം എനിക്കൊരു അവസരം തരുമോ എന്ന് ചോദിച്ചു രാജാവിനോട്. രാജാവ് സമ്മതിച്ചു. പിറ്റേ ദിവസം രാജാവ് ഉണർന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ആകാശത്ത് ഈ 2ാമത്തെ പ്രാവ് വട്ടമിട്ട് പറക്കുന്നതാണ് കണ്ടത്. രാജാവിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രാജാവ് അത്ഭുതപ്പെട്ടു. രാജാവ് കർഷകനെ വിളിച്ച് ചോദിച്ചു, നീ എന്ത് കാര്യമാണ് ചെയ്തത്? നീ എന്ത് മാജിക്കാണ് അവിടെ പ്രവർത്തിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ആ കർഷകൻ പറഞ്ഞു, ഞാൻ ആ മരക്കൊമ്പ് വെട്ടിക്കളഞ്ഞു. അതാണ് ആ മരക്കൊമ്പാണ് നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. നമ്മളൊക്കെ പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഞാനൊക്കെ ഒരുപാട് ഉയർന്ന പോസ്റ്റിലെത്താനുള്ളായിരുന്നു, അല്ലെങ്കിൽ ഞാനിങ്ങനെയൊന്നും ആകേണ്ട ആളായിരുന്നില്ല എന്നൊക്കെ. പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ ചില ആളുകൾ സ്വയം ഇതൊക്കെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് വരും. ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ബാഹ്യ പ്രേരണകൾ വേണ്ടി വരും. ചില ആളുകൾ ഒരിക്കലും അതിലൊന്ന് കയറാതെ ഇങ്ങനെ ആ കംഫോർട്ട് സോണിലായിട്ട് ജീവിച്ചു പോകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കംഫർട്ട് സോണുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകും, തീർച്ച.